ചെയ്തിരുന്ന എന്താണെന്നറിയാമോ? അറിയാം. അതാണ് കരാട്ടെ. ആയുധമില്ലാത്ത കൈയാണ് കരാട്ടെ. മനസ്സിലായോ? ആയുധം ഇല്ലാത്ത കയ്യോ? ആ, ഈ ഓർക്കസ്ട്ര ഇല്ലാത്ത ഗാനമേളക്കല്ലേ അങ്ങനെ പറയുന്നത്? എടാ നാറി, അത് കരോക്കെ, ഇത് കരാട്ടെ. മനസ്സിലായ? തുടങ്ങാം മാഷേ. റെഡി? ഞാനില്ല പോ. എന്റെ മാഷ എത്ര നാളായി ഊഹ ഊഹ. ഇതല്ലാതെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? വെറൈറ്റി വേണം ഞങ്ങൾക്ക്. എന്ന് വന്നാലും രാവിലെ ശരിയാ മാഷേ, ഒന്ന് മാറ്റിപ്പിടി. ഞാൻ പുതിയൊരു പൂട്ട് പഠിപ്പിച്ചു. പൂട്ടാ? ഹാപ്പി അല്ലേ? ആരും ചെയ്യാത്തൊരു പൂട്ട്. രണ്ടുപേരും ഓപ്പോസിറ്റ് ഇങ്ങനെയോ? ഇപ്പൊ നിങ്ങൾക്ക് ഇത് അഴിക്കാൻ പറ്റുന്നോ എന്ന് നോക്കിയേ. ഇല്ല പറ്റില്ല. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ? പറഞ്ഞു മാഷേ. ഞങ്ങളിങ്ങനെ പൂട്ടിട്ട് തല്ലുന്നേ. ഇന്നലെ രാത്രി തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ശാന്തയുടെ കുളിമുറി ചെന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് തിരിച്ച് എന്റെ പേരും വിളിച്ചോണ്ട് ഓടി ആരടാ ഇതില്? മാഷ ഞാനാ. നീയാണാ? മാഷേ അന്നേ പൂട്ടായി പോയോട്ടെ എന്തായാലും. പിന്നൊരു കാര്യം, മാഷിന്റെ ഈ കരോട്ടയിലുള്ള ആ പേരും പ്രശസ്തിയും കേട്ടറിഞ്ഞുകൊണ്ട് അന്യദേശത്തു നിന്ന് ഒരു പെൺകുട്ടി മാഷിനെ ശിഷ്യപ്പെടാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, വരാൻ പറയൂ. മോളെ ഇന്ന് കേറി പോര് കേട്ടോ. എന്റെ അമ്മേ, സത്യമായിട്ട് എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ സാറിന്റെ എന്തൊരു ആരാധികയെന്നറിയോ? യൂട്യൂബിൽ സാറിന്റെ എല്ലാ വീഡിയോകൾക്കും ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒന്ന് തൊട്ടോട്ടെ. അയ്യോ, സത്യമായിട്ട് ഞാൻ ഈ കരാട്ടെ സ്നേഹിച്ചു തുടങ്ങിയത് സാറിന്റെ ഈ പ്രകടനം കണ്ടിട്ടാണ്. അത്രയ്ക്ക് എനിക്ക് ആഗ്രഹം കരാട്ടെ പഠിക്കണമെന്ന്. ശരിക്കും സാറിന് എവിടുന്നാ പഠിച്ചത്? ഞാൻ ചൈനയിലാണോ പഠിച്ചത്? ചുമ്മാ നല്ല ഇങ്ങനെ. അപ്പൊ ആ ഒരു അവിടെ പഠിച്ച ഓർമ്മയ്ക്കാണോ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് മുടിയിലൊക്കെ ഇങ്ങനെ കമ്പൊക്കെ? ഒരെണ്ണം ചൈനയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഒരെണ്ണം എന്റെ മുതു ചൊറിയാനായിട്ട്. അയ്യോ, മാഷ ഏത് ബെൽറ്റ് ആണ്? ഞാൻ ശരിക്കും റെഡ് ബെൽറ്റ്, ബ്ലാക്ക് അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് ചൈനയിലെ ഷിവാങ് ഷോയിൽ ഞാൻ കരാട്ടെ പഠിച്ചിരുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയ ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞു അതൊക്കെ മേലെയുള്ള ബെൽറ്റ് ആണ്. അത് നമ്മുടെ കേരളത്തിൽ മാഷ് മാത്രം കിട്ടിയിട്ടുണ്ട്. അയ്യോ, അതാ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ വിചാരിച്ച ലേഡീസ് ഷോള് പോലെ ഇങ്ങനെ നമ്മുടെ ചുരിദാറിന്റെ കൂടെ ഇടുന്ന ഷോളാണ് വിചാരിച്ചു. അയ്യോ അല്ല, ഞാൻ സത്യമായിട്ടും കണ്ടിട്ടില്ല. കാണാത്തോണ്ടാ, ഒന്ന് വിചാരിക്കല്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പഠിക്കണമെന്ന്, കരാട്ടെ പഠിക്കണമെന്നോ? എന്റെ ശിഷ്യത്വം സ്വീകരിക്കണോ? അതെ അതെ. അങ്ങനാണെങ്കിലേ ഈ കുട്ടിക്ക് 1030ാമത്തെ ടോക്കൺ കൊടുത്തേക്കൂ. അല്ലേ, ടോക്കൺ ഒക്കെ ഉണ്ടാ? പിന്നെ അപ്പൊ ഞാൻ എപ്പോ വരണം? ഒരു 10 വർഷം കഴിഞ്ഞോട്ട് പോരൂ. 10 വർഷം കഴിഞ്ഞിട്ടാ? ഈ 1029 പേർക്കും പഠിക്കണ്ടേ, എന്നിട്ടല്ലേ 1030ാമത്തെ വരൂ. അവരൊക്കെ നേരത്തെ വന്ന് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ്. അല്ല, അപ്പൊ ആരെങ്കിലും ഒഴിവാക്കിയിട്ട് എനിക്ക് ഒരു 1-2 കുട്ടി എന്തായാലും ഇപ്പൊ പോയിക്കോളൂ. കുട്ടി 10 വർഷം ഇടയ്ക്കൊന്ന് വിളിച്ചേക്ക്, ഇടയ്ക്ക് ഇവരാരെങ്കിലും കോണ്ടാക്ട് ചെയ്താൽ മതി. എനിക്ക് പോണതിന് മുമ്പ് വേറൊരു ആഗ്രഹമുണ്ട്. എന്താണ്? 2 സ്റ്റെപ്പ് കാണണം. തീർച്ചയായിട്ടും കാണിക്കാലോ. മക്കളെടാ, നീ ഇതിനെ കൊണ്ടുപോയിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോ 2 സ്റ്റെപ്പ് ഉണ്ട്, അത് ഒന്ന് കാണിച്ചു കൊടുത്തേക്കു. എന്നിട്ട് ആ വഴി അങ്ങ് വിട്ടോളൂ. ചെല്ലു. ആയിക്കോട്ടെ. ഓരോരോ കുട്ടികൾ പല രാജ്യത്തു നിന്നും വരുന്നു എന്റെ അടുത്ത് ശിഷ്യത്വം സ്വീകരിക്കാൻ. എന്താ ചെയ്യാ? ഞങ്ങള് ശിഷ്യന്മാരായത് ഞങ്ങളുടെ ഭാഗ്യമാണ് മാഷേ. സത്യം. പിന്നെ മാഷേ, നമ്മൾ സാധാരണ സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നല്ലോ നമ്മള് ഈ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്നെന്താ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്ന വ്യക്തി കണ്ടോ? ബാലസാർ. പിന്നെ ബാലസാർ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്, നമ്മൾ ഒത്തിരി ആരാധിക്കുന്ന ഒരു വ്യക്തി. സാർ നമസ്കാരം. ആരാധകരല്ലേ? അതല്ലേ, സാറിന്റെ ഒരു ക്ലിപ്പ് ഒന്ന് കാണിച്ചു തരാം, ഒന്ന് നോക്കിക്കോളൂ. ഇതേത് സിനിമയാന്ന് പറയാവോ? പുതിയ മുഖം.
ആ പുതിയ മുഖം. നിങ്ങൾ എന്തുവാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്? എന്താ കാണിച്ചിരിക്കുന്നത്? എന്താണ്? ഇതേ സ്റ്റെപ്പുകൾ തന്നെയല്ലേ ഹീറോ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തും ചെയ്തിരിക്കുന്നത്? അങ്ങനെയല്ല, നിങ്ങൾ ആ പൃഥ്വിരാജിനെ ഇടിക്കുന്ന സമയത്ത് ദേ, അങ്ങനെ അടിക്കണം. ഇങ്ങനെ അടിക്കണം. പിന്നെ ആ ലാസ്റ്റ് ടൈമിലുള്ള ഒരു സാധനം ഉണ്ട്, അത് ഇങ്ങനെയൊക്കെ തുടക്കമേ അങ്ങനെ അങ്ങ് ചെയ്തിരുന്നെങ്കിൽ പടം 100 കോടി ക്ലബിന്റെ മേളിൽ പോയനെ. അതെന്താ അത് പറ്റിയെന്താ? അത് നിങ്ങൾ പൃഥ്വിരാജ് ഫാനാ? അല്ല, ബാലൻ സാറിന്റെ ഫാനാ. എന്നിട്ട് എന്നെ കുറ്റം പറയാ? കുറ്റം പറയല്ല, ഞാനിപ്പോ അതുകൊണ്ട് മലയാള സിനിമ അങ്ങ് ഞാൻ സ്റ്റണ്ട് വിടാൻ പോവാ. ഞാനൊരു സ്റ്റണ്ട് മാസ്റ്ററാണ്. മലയാള സിനിമയിൽ എനിക്ക് വലിയ പാരയാണ്. പാരയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മണൽ മാഫിയ എന്ന് പറഞ്ഞൊരു പുള്ളി, മണൽ മാഫിയ എനിക്ക് വലിയ പാരയായിട്ട് വന്നിരിക്കുക. എന്റെ മണൽ മാഫിയ, അത് മാഫിയ ശശി. മാഫിയ മാത്രം വന്നോണ്ട് പെട്ടെന്ന് ഇവരടുത്ത് പറഞ്ഞപ്പോഴത് മാറിപ്പോയി പുള്ളിയെ പാര. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ നിന്ന് തമിഴിലോട്ടൊന്ന് ചാടാമെന്ന് വിചാരിച്ചു. അതെ, തമിഴുമായിട്ട് ബാലസാറിന്റെ ബന്ധം അറിയാമോ? ഇല്ല ഇല്ല. നിനക്കും അറിയില്ല? ഇല്ല. ആ തമിഴിലെ ഈ ഒരു കിടിലൻ ഡയറക്ടറുടെ അനിയനാണായിരിക്കുന്നത്. ആണോ? ആ ശിവ. മനസ്സിലായില്ല? രജനീകാന്തിന്റെ അണ്ണാത്തെ വിവേകം. അയ്യോ, അങ്ങനെ എത്ര കണ്ണാരക്കണ്ണൈ നെഞ്ചോട് ആ പാട്ടൊക്കെ സൂപ്പർ ഹിറ്റ് പാട്ടുകളാ പുള്ളി ചെയ്തൊക്കെ. അത് ബാലസാറിന്റെ സ്വന്തം ചേട്ടനാണ്. അല്ലേ സാറേ? അതെ. ആ, അപ്പൊ അദ്ദേഹത്തോടൊന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ടൊന്ന് ചെല്ലാനായിട്ട്. എന്റെ ചേട്ടൻ ഒന്ന് ജീവിച്ചു പോട്ടെ. അതുകൊണ്ടാ ഞാനും കൂടെ ഉണ്ടെങ്കിൽ. എന്റെ സ്വന്തം ചേട്ടനല്ലേ, ഒന്നും അത് വേണ്ട. അയ്യോ, അങ്ങനെ ഞങ്ങളുടെ മാഷെ കുറ്റം പറയില്ലേ. ഞങ്ങളുടെ മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലസാറിന് അറിയാൻ പാടില്ല കേട്ടാ. മാഷൊരു ഭയങ്കര സംഭവമാണ്. മാഷ് ഇവിടെ നിൽക്കുന്ന ആളല്ലേ, അല്ലേ മാഷെ? ഒന്ന് പറഞ്ഞുകൂടെ? കണ്ടിട്ടില്ല. അഭ്യാസങ്ങൾ കാണാത്തതിന്റെ പ്രശ്നമാണ്. അതാണ് മാഷിന്റെ അഭ്യാസങ്ങള് ബാലസാർ കണ്ടിട്ടില്ല. നിങ്ങൾ ആരും കണ്ടിട്ടില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും. അല്ല, ഇദ്ദേഹത്തെ അങ്ങോട്ട് വിടണമെങ്കിൽ വിടാൻ കുഴപ്പമില്ല. ഒന്ന് വിട്ടാറായിരുന്നു. പുള്ളിയുടെ രണ്ടു അഭ്യാസം കണ്ടേക്കൂ. സത്യമായിട്ട് വേണോ? പുള്ളിയുടെ ഒരു ആഗ്രഹമല്ലേ, ഒന്ന് ചെന്നു. ബാലസാറിന് പേടി ഉണ്ടെങ്കിൽ വേണ്ട, അതല്ലെങ്കിൽ ധൈര്യമായിട്ട് വരും. കൊണ്ടുവരൂ. അതെന്താ? കോൺക്രീറ്റിന്റെ സ്ലാബുകളാണ്. സ്ലാബുകൾ ഞങ്ങളുടെ മാഷ് അതൊക്കെ ചെയ്യും. ബാലസാറിനെ കൊണ്ട് ഇത് പറ്റുമോ എന്നാണ് അറിയുന്നത്. പറ്റുമോ? എന്താണ് ചെയ്തത് നോക്കട്ടെ. ഒറ്റയടിക്ക് വേണം. ഇല്ല, പക്ഷെ 3 പാടില്ല, എല്ലാം കൂടെ പോയി. അല്ലല്ല, അത് പറ്റുമല്ല. ബാലസാറിന് 3, ഞങ്ങളുടെ മാഷിന് 3. അത് ഞങ്ങൾ കട്ടക്കാണ് വേണ്ടത്. എങ്ങനെ മാഷിക്ക് വന്നേ. മാഷേ, ഇത് നമ്മുടെ മാനങ്ങളല്ലേ? അതെ പക്ഷേ ഒന്നും നോക്കണ്ട, വെച്ച് കാച്ചിക്കോ. പക്ഷേ വിളിച്ചോ. ഒരെണ്ണം മാറ്റിയടാ, ഒരെണ്ണം മാറ്റിയത്. 3 ഇത് ഒറ്റ സംഖ്യ. ഒറ്റ സംഖ്യ എനിക്ക് പറ്റില്ല. അത് കരാട്ടയിലെ ഒരു നിയമം. അത് ഒരെണ്ണം എടുത്തു. അയ്യോ, ഇരട്ട സംഖ്യ. 2 ഇരിക്കണണ്ട ഇരട്ട സംഖ്യ. അതിന് ഇരട്ട സംഖ്യ പൊട്ടിക്കാൻ പാടില്ല. നേരത്തെ മാഷ് പറഞ്ഞ് ഒറ്റ സംഖ്യയാണ് പൊട്ടിക്കാൻ പറ്റത്തില്ല. ചില പ്രത്യേക ദിവസങ്ങളിൽ ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യയും പൊട്ടിക്കാൻ പാടില്ല. ആണോ? അപ്പൊ ഇത് ഒരെണ്ണം എടുത്ത് മാറ്റാം അല്ലേ? ഒറ്റ സംഖ്യയുടെ എടുത്തോണ്ട് പോ. ഒറ്റക്കല്ലിനെ അടിക്കാൻ പാടില്ല. ചെല്ല്, എടുത്തോണ്ട് പോ. എടുത്തോണ്ട് പോ. നമുക്ക് അതിൻ്റെതായ ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അറിയാമെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് എന്താ സാർ? ഞാൻ വെറുതെ ഇരുന്നാലും എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. അല്ല, എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച് ഇയാൾക്ക് ഒരു ഫൈറ്റ് മാസ്റ്ററുടെ ലുക്ക് പോലും ഇല്ല. അയ്യോ, ബോഡി പവർ ഉണ്ട്. അതുപോലെ ഞങ്ങളുടെ മാഷിന് എന്തൊരു പവറാന്നറിയോ? സാറിന് അറിയാൻ കണ്ടോ സാറ്? അടിച്ചടാ. ഇത് സാറൊന്ന് ഇടിച്ചു നോക്കിക്കേ. പരിപാടി കഴിഞ്ഞു. കണ്ടാ ഒരു മിനിറ്റ് എവിടെ കൊണ്ടുവാ.
ഞങ്ങളെ സാധാരണ ആംബുലൻസ് വിളിച്ചാണ് കൊണ്ടുപോകാറ്. പക്ഷെ ഇന്നിപ്പോ ഇവിടെ ആംബുലൻസ് ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് സ്ട്രെച്ചറെ ഞങ്ങൾ ചുമ നേരെ ആശുപത്രി കൊണ്ടുപോകണം. എടുത്തോളാം.